നാട്ടിലെങ്ങും ഇപ്പോൾ നല്ല വേനൽ ചൂടാണ്. കിണറുകളെല്ലാം വറ്റി വരളുന്നു. പറമ്പിലെ പുല്ലുപോലും കരിഞ്ഞുണങ്ങുന്ന അവസ്ഥ. പക്ഷേ ചെങ്ങന്നൂർ ചെറിയനാട്ടെ ശ്രീനന്ദനം എന്ന ആ വാടക വീടിന്റെ പിൻവശത്ത് മാത്രം ചില ചെടികൾ അതീവ സുന്ദരമായി തഴച്ചു വളരുകയായിരുന്നു. ആ വീട്ടിലെ താമസക്കാരനായ നന്ദുവിന് പറമ്പിലെ പച്ചപ്പിനോട് അമിതമായ ഒരു സ്നേഹമായിരുന്നു. രാവിലെ സൂര്യപ്രകാശം മണ്ണിൽ തൊടുന്നതിന് മുന്നേ അയാൾ എഴുന്നേറ്റ് ബക്കറ്റിൽ വെള്ളമെടുത്ത് ഓരോ ചെടികളിലും സ്നേഹത്തോടെ വെള്ളമൊഴിക്കും. വൈകുന്നേരം വെയിലാറിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത നന. ചൂട് കാരണം തന്റെ പ്രിയപ്പെട്ട ചെടികൾ വാടിപ്പോകുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അയൽവാസികൾ പോലും കരുതിക്കാണും എന്തുമാത്രം പ്രകൃതി സ്നേഹമാണ് ഈ യുവാവിനെന്ന്. എന്നാൽ ഈ അമിതമായ പരിചരണത്തിന് പിന്നിൽ ആരും അറിയാത്ത ഒരു രഹസ്യമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം രാവിലെയും പതിവ് പോലെ ബക്കറ്റുമായി നന്ദു ചെടികൾ നനയ്ക്കാനിറങ്ങിയിരുന്നു. ചെടികൾക്ക് വെള്ളമൊഴിച്ച് അതിന്റെ ഇലകൾ തലോടി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് ചില അതിഥികൾ എത്തുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, വെൺമണി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ രതീഷ് ബാബുവും സംഘവുമായിരുന്നു അത്. ഇതോടെ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്ന നന്ദുവിന്റെ കൈകളിലേക്ക് വീണതാകട്ടെ പോലീസിന്റെ വിലങ്ങായിരുന്നു. അതെ, നന്ദു ഇത്രയും കാലം പൊന്നുപോലെ നോക്കി വളർത്തിയത് പച്ചക്കറിയോ പൂച്ചെടികളോ ആയിരുന്നില്ല, മറിച്ച് സാക്ഷാൽ കഞ്ചാവ് ചെടികളായിരുന്നു നന്ദു വളർത്തിയിരുന്നത്. ചെറുവല്ലൂർക്കാവിലെ വടക്കേതിൽ നന്ദു എസ് കുമാർ എന്ന 26-കാരനാണ് തന്റെ വാടക വീടിന്റെ പറമ്പിൽ അതീവ രഹസ്യമായി ഈ ലഹരി കൃഷി നടത്തി വന്നത്. സ്വന്തം ഉപയോഗത്തിന് പുറമെ നാട്ടിലെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിപണന ശൃംഖലയും ഇയാൾ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ചെടിക്ക് ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടിയാൽ അതിന് ഗുണമുണ്ടാകുമെന്ന് കൃത്യമായി അറിയാവുന്ന നന്ദു ഈ വേനൽക്കാലത്ത് അവയ്ക്ക് യാതൊരു കുറവും വരുത്തിയിരുന്നില്ല. 2 നേരവും വെള്ളമൊഴിച്ച് പരിപാലിച്ചിരുന്നത് കൊണ്ട് തന്നെ പോലീസ് എത്തുമ്പോൾ ആ ചെടികൾ നല്ല കരുത്തോടെയാണ് നിന്നിരുന്നത്. നന്ദുവിന്റെ ഈ പോക്കറ്റ് കൃഷിയെക്കുറിച്ച് വെൺമണി സബ് ഇൻസ്പെക്ടറായ രതീഷ് ബാബുവിന് നേരത്തെ തന്നെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. പറമ്പിൽ വളർത്തിയ 2 വലിയ കഞ്ചാവ് ചെടികളാണ് പോലീസ് തൊണ്ടി മുതലായി പിടിച്ചെടുത്തത്. പ്രതിയെ ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എന്തായാലും നന്ദുവിന് ഇനി കുറച്ചു നാളത്തേക്ക് ജയിലിൽ ചെടികൾക്ക് വെള്ളമൊഴിച്ച് കഴിയാം.